Welcome back to Excel Sing for Him Season 5 Grand Finale Part 2. വളരെ ഇമ്മൻസ്ലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിങ് പാനലിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വി ഹാവ് എ മെയിൻ ജഡ്ജിങ് പാനൽ ആൻഡ് എ സബ് പാനൽ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പാട്ടുകളിലേക്ക് പോകാം. വി ഹാവ് സന്തോഷ് ജോയ് സർ, ബിനി സർ, ബ്ലെസി ചേച്ചി, സ്റ്റാൻലി എബ്രഹാം സർ ആൻഡ് ക്രിസ്റ്റി രാജൻ സർ. വി വെൽക്കം യു ടു ദിസ് പ്രോഗ്രാം ടുഡേ. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിന്റെ പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ XLSJ 143 പേൾ മെർസി രഞ്ജിത്ത്. यही है गहराई प्रभु प्यार का, जुबान से वर्णना साध्य है, कितनी श्रेष्ठ है परवाह उसकी, याद करूंगा उसके कृपा से मैं. यही है गहराई प्रभु प्यार का, जुबान से वर्णना साध्य है, कितनी श्रेष्ठ है परवाह उसकी, याद करूंगा उसके कृपा से मैं. कृपा से कृपा से कृपा से कृपा से मुझसे प्यार किया इस प्रेम से. कृपा से कृपा से कृपा से कृपा से मुझ में भर दिया इस शक्ति से. कृपा से कृपा से कृपा से कृपा से मुझसे प्यार किया इस प्रेम से. कृपा से कृपा से कृपा से कृपा से मुझ में भर दिया इस शक्ति से. हजारों हजार That was a very beautiful song sung by Pearl Mercy Ranjit. നമുക്കിനിയും ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. Let's start with സന്തോഷ് സർ. പേൾ മെർസി രഞ്ജിത്ത് മോളെ സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് മോൾ പാടിയിട്ടുണ്ട്. മോളുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട് മുഖത്ത്. ഓൾമോസ്റ്റ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എങ്കിലും സോങ് സെലക്ഷൻ ഇതൊരു കോമ്പറ്റീഷനാണല്ലോ. അപ്പോൾ സോങ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോമ്പറ്റീഷന് പറ്റിയ ഒരു സോങ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും മോൾ ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഓ ടു ബിന്നി സർ. മോളെ വളരെ മനോഹരമായിട്ട് പാടി. എനിക്ക് വളരെ നിഷ്കളങ്കമായൊരു മുഖം. പാട്ട് പാടാൻ ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടല്ലോ. അത് പാടി ഇനിയും നന്നാക്കണം. ചില സ്ഥലത്തൊക്കെ വളരെ സ്ലൈറ്റായിട്ട് പിച്ച് ഔട്ടൊക്കെ ആയിട്ടുണ്ട്. അത് പാടി പ്രാക്ടീസ് ചെയ്താൽ ലഭിക്കാവുന്നുള്ളൂ. നമ്മൾ പാട്ട് നേരത്തെ സന്തോഷ് ബ്രദർ പറഞ്ഞ പോലെ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബിന്നി സർ. ബ്ലെസ് ചേച്ചി. ഹായ് പേൾ മെർസി രഞ്ജിത്ത്. മോള് നന്നായിട്ട് പാട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. മോൾ നല്ല ചിരിച്ചുകൊണ്ട് നല്ല വൃത്തിയായിട്ടാണ് പാട്ട് പാടിയേക്കുന്നത്. ഇനിയും മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മോൾക്ക് ഒരുപാട് ദൈവം അവസരങ്ങൾ തരട്ടെ. കുറേ കൂടെ പ്രാക്ടീസ് ചെയ്താൽ മോൾക്ക് ഇനിയും പാടാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജഡ്ജസ് പറഞ്ഞല്ലോ, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. മൂവിങ് ഓൺ ടു സ്റ്റാൻലി സർ. പേൾ മെർസി രഞ്ജിത്ത് മനോഹരമായി തന്നെ മോൾ പാടി. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ അനുഭവിച്ചറിയുന്ന മനോഹരമായൊരു ഗാനമാണ് മോൾ പാടിയത്. വളരെ നന്നായിട്ട് തന്നെ മോൾ പാടിയിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ പിച്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജഡ്ജസ് ഓർപ്പിച്ചതുപോലെ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ അത്
നന്നായിട്ട് കുറച്ചുകൂടെ മെലഡി ആയിട്ടുള്ള ഗാനങ്ങൾ സെലക്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. വീണ്ടും മോള് അനേക ഇടങ്ങളിൽ പാടുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Thank you, judges. We are moving on to the next contestant. That is Deborah Miriam Santosh, chess number XLSJ 148. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താനൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താനൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. നിനക്കിൽ ഭൂവിലെ സമസ്തമായും ആത്മക്ലേശവുമെന്നു ശലോമോൻ. നിനക്കിൽ ഭൂവിലെ സമസ്തമായും ആത്മക്ലേശവുമെന്നു ശലോമോൻ. നിനച്ച വാസ്തവമറിഞ്ഞി സാധുനം പരമസിയോനോടിപ്പോകുന്നു. നിനച്ച വാസ്തവമറിഞ്ഞി സാധുനം പരമസിയോനോടിപ്പോകുന്നു. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താനൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. കോഴി തൻ്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനീ തൻ കീഴിൽ വെച്ചു പുലർത്തും മോദമായി. കോഴി തൻ്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനീ തൻ കീഴിൽ വെച്ചു പുലർത്തും മോദമായി. ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു സമസ്ത പോലും അതിനായി. ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു സമസ്ത പോലും അതിനായി. വഴിക്കു നിന്നായി വിളിച്ചു കൂവുന്നതിൻ്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ. വഴിക്കു നിന്നായി വിളിച്ചു കൂവുന്നതിൻ്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ. Thank you. That was Deborah Miriam Santosh. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. Let's start with Bini sir. ബരമോൾ, അത് ഈ പാട്ട് മനോഹരമായിരുന്നു. വർഷങ്ങളായി അനേക ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ ആ പ്രത്യാശ നിറഞ്ഞ ഒരു പാട്ടാണിത്. എന്നാൽ നന്നായി പാടി, മോളുടെ കഴിവിനനുസരിച്ച് അതിനപ്പുറത്തായിട്ട് പാടി. സാധിക്കുമെങ്കിൽ ഇനി പാടുമ്പോൾ കുറച്ചൊക്കെ തിങ്സൊക്കെ ചേർത്ത് ഒന്നുകൂടെ മനോഹരമാക്കി പാടിയാൽ നന്നായിരിക്കും. ഇത് വേറെ ടെക്നിക്കുകളൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോൾക്ക് വളരുവാൻ കൂടുതൽ അവസരങ്ങൾ ദൈവം തരും. ദൈവം സഹായിക്കട്ടെ. മനോഹരമായി പാടി ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Bini sir. Over to Santosh sir. ഡെബോര മരിയം സന്തോഷ്, മോളെ നന്നായിട്ട് പാടി. സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ ഒരു ഗാനമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശയുടെ ഗാനമാണല്ലോ. അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എങ്കിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ കോമ്പറ്റീഷൻ പറ്റിയ ഒരു സോങ് പ്രിഫർ ചെയ്താൽ വളരെ നന്നായിരിക്കും. അതുപോലെ സ്റ്റാൻസയിൽ പരമസിയോൻ അതൊരു ഒറ്റ വാക്കായിട്ട് പാടണം. അവിടെ കട്ട് ചെയ്ത് മോള് പാടിയിട്ടുണ്ട്. പരമസിയോൻ നോടിപ്പോകുന്നേ എന്നാണ് കേട്ടത്. അതല്ല, ആ ഒറ്റ വാക്കായിട്ട് പരമസിയോനോടിപ്പോകുന്നേ അങ്ങനെ പാടിയാൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ധാരാളമായിട്ട് മോളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ബ്ലസ് ചേച്ചി. ഹായ് ദെബോര മോൾ. സാധു കൊച്ചുഞ്ഞുപദേശിയുടെ മനോഹരമായ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിലൊരു ഗാനമാണ് എന്നെനിക്ക് ദുഃഖം തീരുമോ എന്നുള്ളത്. നമ്മളെല്ലാവരും മിക്കപ്പോഴും പാടുന്നൊരു ഗാനമാണ്. മോൾ നന്നായിട്ട് അത് പാടിയിട്ടുണ്ട്.
പക്ഷേ കുറച്ചുകൂടെ അതിനകത്ത് കുറച്ച് സംഗതികളൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് ഭംഗിയാകുമായിരുന്നു. എന്നിരുന്നാലും നല്ല വീഡിയോസായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു. മോൾ നന്നായിട്ട് പാടി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉയരങ്ങളിലെത്താം. സർവശക്തനായ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ഓ ടു ക്രിസ്റ്റി സർ. ഇതുപോലെ മോളെ വളരെ മനോഹരമായിട്ട് തന്നെ മോളിത് പാടി. സോങ് സെലക്ഷൻ്റെ കാര്യവും പാടുന്ന കാര്യങ്ങളൊക്കെ ജഡ്ജസ് പറഞ്ഞിരുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച് അടുത്ത തവണ പാട്ടുകൾ പാടുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷനിൽ വളരെ മനോഹരമായിട്ട് ഈ സോങ്ങിൻ്റെ ഒരു ഓവറോൾ തീമൊക്കെ മോൾ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ നന്നായിരുന്നു. പക്ഷേ ഓട്ടോട്യൂണൊക്കെ യൂസ് ചെയ്യാതെ ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അല്പം കൂടെ നല്ലതായിരുന്നു. വീഡിയോ വൈസ് പറയുകയാണെങ്കിൽ നല്ല വീഡിയോ ഷോട്ടുകളാണ്. ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ പല ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. വരികളോട് 100% നീതി പുലർത്തി വിഷമിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. എന്നെനിക്ക് ദുഃഖം തീരുമോ എന്നൊക്കെ പറഞ്ഞ്, എങ്കിലും പാട്ട് ആണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അടുത്ത തവണ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മേ ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ജഡ്ജസ്. അടുത്ത നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ഗ്ലാൻസി അന്ന സാമുവൽ ആണ്. ചെസ് നമ്പർ XLSG 150. ഭവനം മനോഹരം ഇന്ദാനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം ഇന്ദാനന്ദം വർണ്യാതീതം സമ്മോദകം ഭവനം മനോഹരം ഇന്ദാനന്ദം വർണ്യാതീതം സമ്മോദകം. നിത്യതയെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായൊരു ഗാനമാണ് പ്രിയമകൾ ഗ്ലാൻസി പാടിയത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബ്ലെസ് ചേച്ചി. ഹായ് ഗ്ലാൻസി അന്ന ഷാമുവേൽ. മോൾ സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. മനോഹരമായിട്ട് തന്നെ മോൾ പാട്ട് പാടി. മോൾക്ക് ദൈവം നല്ലൊരു ശബ്ദം തന്നിട്ടുണ്ട്. അത് വീണ്ടും പ്രയോജനപ്പെടുത്തണം. പക്ഷേ പാടുന്ന സമയത്ത് ഓഡിയോ നമ്മുടെ ആ പച്ചയായ വോക്കലിൽ കേൾക്കുന്നതാണ് നമുക്ക് കേൾക്കാനും രസം. അതൊപ്പം നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ തെറ്റുകളുണ്ടെന്നും മനസ്സിലാവും. മോൾ ക്ലീനായിട്ട് പാടിയിട്ടുണ്ട്. ഇനിയുള്ള പാട്ടുകൾ പാടുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം. വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ ഭംഗിയുണ്ടായിരുന്നു. വേദികളും അവസരങ്ങളും ദൈവം ഒരുക്കി തരും. വീണ്ടും ദൈവത്തിന് വേണ്ടി പാടുക, പ്രാക്ടീസ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ബിനി സർ. ഗ്ലൻസിമോൾ മനോഹരമായ ഒരു പാട്ടായിരുന്നു, നന്നായി പാടി. പാട്ട് പാടുമ്പോൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ താളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ 3/4 പാട്ടാണല്ലോ, അപ്പം ഓരോ ബീറ്റുകളും പാടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പാടുക. പിന്നെ അതുമാത്രമല്ല, പാട്ടുകൾക്ക് കുറച്ചുകൂടെ ഭാവം കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഒരുപാട് മനോഹരമായി തീരും ആ പാട്ടുകൾ. പിന്നെ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായിട്ടത്ര മെർജ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ പല ഇഷ്യൂസുണ്ട്. അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊക്കെ ചെയ്യുമ്പോൾ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പാട്ട് നല്ല പാടാൻ കഴിവുള്ളൊരു മോളാണ്. നന്നായി പാടുക. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. സന്തോഷ് സർ. ഗ്ലാൻസി ആൻഡ് സാമുവൽ, വളരെ പ്രത്യാശയുടെ ഒരു ഗാനമാണ് നമുക്ക് കേട്ടത്. മോളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ ഭവനം മനോഹരം എന്നുള്ള നല്ല അർത്ഥവത്തായ നമ്മുടെ മനസ്സിൽ കൂടുതൽ പ്രത്യാശയുളവാക്കുന്ന നല്ല വരികളാണ് അതിനകത്തുള്ളത്. മോള് പാടി, എങ്കിലും കുറച്ചുകൂടെ ഫീൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പാട്ടിനൊരു ജീവൻ ഉണ്ടായേനെ.
ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പാടുന്ന ഒരു ഇത് മാറ്റിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് അല്പം സംഗതികൾ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം അങ്ങനെ കൊടുത്ത് ഒക്കെ ഒന്ന് പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ പാട്ടിനൊരു ജീവൻ വെച്ചേനെ. എങ്കിലും മോള് മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ഓവർ ടു സ്റ്റാൻലി സർ. ഗ്ലാൻസി, മനോഹരമായ ഒരു 3-4 ഗാനമാണ് മോൾ പാടിയത്. വളരെ നന്നായിട്ട് തന്നെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. 3-4 പാട്ട് പാടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഗാനങ്ങൾ പാടുമ്പോൾ അത് ഏത് ഋതത്തിലാണ്, ഏത് ടെമ്പോയിലാണ് വരുന്നത്, ആ ഒരു താളം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് എന്നാൽ മാത്രമേ നമുക്ക് ആ താളത്തിൽ തന്നെ നന്നായിട്ട് പാടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഗാനങ്ങൾ പാടുമ്പോൾ 3-4 പാട്ട് പാടുകയാണെങ്കിൽ ആ ഒരു താളം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ നന്നായിട്ട് പാടാനായിട്ട് കഴിയും. ദൈവം വീണ്ടും സഹായിക്കട്ടെ. പലയിടങ്ങളിലും പിച്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാലും പ്രാക്ടീസ് ചെയ്താൽ മാറാനേ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, judges. Now we are moving on to the next contestant, Anna Skaria, chess number XLSJ 151. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. That was Anna Skaria. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിനി സർ. അന്നാസ്കറിയ മോളുടെ കഴിവിനനുസരിച്ച് മനോഹരമായി പാടി. എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, പക്ഷേ അത് ഡെവലപ്പ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പാട്ടിനോട് താല്പര്യമുണ്ടെങ്കിൽ അത് എന്നും സമയങ്ങളെടുത്ത് പാട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല മിസ്റ്റേക്കുകളുണ്ട്, എന്തെങ്കിലും ആ നെഗറ്റീവ്സായിട്ട് പറയുന്നില്ല. പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു ശബ്ദമുണ്ട്, പിന്നെ കുറേ ഫീൽ വരുത്തുക. നല്ലൊരു ഭാവി ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബിനി സർ. ബ്ലസ് ചേച്ചി. ഹായ് അന്നാസ്കറിയ. എന്നെ നടത്തും ആ പൊന്നുകരമോ എന്നുള്ള മനോഹരമായ ഗാനമാണ് മോള് പാടിയത്. പാട്ട് പാടിയത് കൊള്ളാം. പക്ഷെങ്കിൽ കുറേ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു.
എവിടേക്കോ പിച്ച് ഔട്ട് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ നയിച്ചതിനാൽ എന്ന് പറഞ്ഞ പോർഷൻസ് ഹല്ലേലൂയ അവിടെ ലാസ്റ്റ് എടുത്ത പോർഷൻസ് കുറച്ച് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. നമുക്ക് പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. നമ്മുടെ ശബ്ദത്തിന് പറ്റിയതും നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ മാത്രം തിരഞ്ഞെടുക്കുക. മത്സരത്തിന് പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്തായാലും ദൈവം അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. സന്തോഷ് സർ. അന്നാസ്കറിയ നല്ലൊരു പാട്ടാണ്, എന്നെ നടത്തും ആ പൊന്നുകരമോ എന്നുള്ളത്. പക്ഷെ മോള് പാടിയതിൽ കുറച്ച് ഫീലിൻ്റെ പ്രശ്നമുണ്ട്. ത്രൂ ആയിട്ട് ഇങ്ങനെ ഒരു പിച്ച് ഔട്ടിൻ്റെ ഒരു പ്രശ്നം കൂടുതലായിട്ട് ത്രൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും ഒരു എക്സ്പ്രഷൻ തീരെ ഇല്ലാത്ത പോലെ തോന്നി. എങ്കിലും മോളുടെ അറ്റംപ്റ്റിന് വളരെ സന്തോഷം. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാനുള്ള ഒരു താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്, ഒരു പോസിറ്റീവ് കാര്യമാണ്. നല്ല പാട്ടുകൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പാട്ടുകൾ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പാടുവാൻ ശ്രദ്ധിക്കണം. മോളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. എസ്പെഷ്യലി നല്ല കോസ്റ്റ്യൂമായിരുന്നു മോളുടെ. ദൈവം ധാരാളമായിട്ട് ഇനിയും ഇങ്ങനെ നല്ല പാട്ടുകൾ, ഇതിനേക്കാൾ മെച്ചമായ പാട്ടുകൾ പാടുവാനുള്ള അവസരങ്ങൾ കർത്താവ് തരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഓവർ ടു ക്രിസ്റ്റി സർ. എൻ്റെ മോളെ നന്നായിട്ട് പാടി, മോളെ കൊണ്ട് കഴിയുന്നത് പോലെ മോൾ പാടിയിട്ടുണ്ട്. ഇനിയും ജഡ്ജസ് പറഞ്ഞത് കേട്ടല്ലോ, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് അവർ പറഞ്ഞ പോർഷൻസൊക്കെ ക്ലിയർ ചെയ്തു വേണം ഇനിയുള്ള പ്രോഗ്രാംസിലാണെങ്കിലും കോമ്പറ്റീഷൻസിലാണെങ്കിലും പങ്കെടുക്കുവാനായിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പാടുവാൻ ദൈവം സഹായിക്കട്ടെ. കുറച്ചുകൂടി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്ലസൻറ്റ് ഫേസിൽ കുറച്ചുകൂടിയൊക്കെ ചിരിച്ച് പ്ലസൻ്റായിട്ട് വാക്കുകൾ അല്ലെങ്കിൽ ആ വരികളുടെ അർത്ഥമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. വാക്കുകൾ പറയുമ്പോഴാണെങ്കിലും കേൾക്കുന്ന എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ വാക്കുകൾ ഒന്നുകൂടി സ്ഫുടമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കുറച്ചുകൂടി ബോൾഡ് വോയിസ് ആണ് മോളുടെ എന്ന് തോന്നി പാട്ട് കേട്ടപ്പോൾ. കുറച്ചുകൂടി വർഷിപ്പ് സോങ്സ് ഒക്കെ ചെയ്യാനും വർഷിപ്പ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെലോഡിയസ് സോങ്സും അപ്പോൾ തന്നെ നമുക്ക് വേണം. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. ദൈവത്തിനായിട്ട് മോളെ സഹായിക്കട്ടെ. താങ്ക് യു സർ. അന്നമോളുടെ പാട്ടാണ് നമ്മൾ കേട്ടത്. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജെയ്ക്ക് പോൾ വിബിൻ, ചെസ് നമ്പർ XLSJ 153. ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ ഭയപ്പെടുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ ഭയപ്പെടുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. ദാറ്റ് വാസ് ജെയ്ക്ക് പോൾ വിവിൻ. വളരെ മനോഹരമായൊരു ഗാനമാണ് പാടിയത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ. സ്റ്റാർട്ടിങ് വിത്ത് ബിന്നി സർ. ജേക്ക് പോൾ മോനെ നന്നായിട്ട് പാടി. നിൻ്റെ കഴിവിനനുസരിച്ച് നമുക്കറിയാം മോൻ്റെ കഴിവിനേക്കാൾ ഉപരിയായിട്ട് പാടി. പക്ഷേ ഓരോ പാട്ടുകൾ നമ്മൾ മത്സരത്തിനായിട്ട് നേരത്തെ ജഡ്ജസ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ നമ്മളെപ്പോഴും പാടണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലനേഷന് പോകുന്നില്ല. താളം, ശ്രുതി, ഭാവം ഇതൊക്കെയാണല്ലോ പാട്ടിൻ്റെ ബേസിക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് പാടാൻ കഴിയുന്ന പാട്ടുകൾ പാടി മുമ്പോട്ട് പോവുക, പ്രാക്ടീസ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ഓവർ ടു സന്തോഷ് സർ.
ജേക്ക് പോൾ ബിബിൻ, മോനെ സുഖമായിട്ടിരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷം? മോൻ്റെ പാട്ട് കേട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും, ജഡ്ജസിന് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം ആ ഫീമെയിൽ ടോൺ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും ഇതുപോലെ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഫീമെയിൽ ടോണിൽ തുടങ്ങിയതാണ്. നിന്നെ കണ്ടപ്പോൾ എൻ്റെ പഴയ ചെറിയ പ്രായത്തിലെ ആ കാലഘട്ടം ഞാൻ ഓർത്തു. എന്നെ ഡെസ്കിൻ്റെ മുകളിലൊക്കെ കയറ്റി നിർത്തി പാടിപ്പിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. മോൻ നന്നായിട്ട് പാടി, നല്ല കഴിവ് മോനുണ്ട്. നിനക്കിങ്ങനെ മോൻ ഇത്രയും കഴിവുള്ളത് കൊണ്ടല്ലേ ഈ ഗ്രാൻഡ് ഫിനാലയിൽ വരാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമായിട്ട് മോൻ ചിന്തിക്കണം. നല്ല കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഇനിയും ധാരാളമായിട്ട് ദൈവനാമത്തിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ പാടി പ്രയോജനമുള്ളവനാക്കി കർത്താവ് മാറ്റട്ടെ. നന്നായിട്ട് മോൻ പാടി. കൂടുതൽ ഇവിടെ ബിന്നി സാർ പറഞ്ഞതുപോലെ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മോൻ ചെറുപ്പമാണ്, ഇനിയും കൂടുതൽ അവസരങ്ങൾ മോനെ കാത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യുകയും അതുപോലെ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും പാട്ട് പഠിക്കുകയും ഒക്കെ ചെയ്യുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സന്തോഷ് സർ. മൂവിങ് ഓൺ ടു ബ്ലെസ് ചേച്ചി. ഹായ് ജേക്ക് മോനെ, മോൻ നന്നായിട്ട് പാട്ട് പാടി. കുഞ്ഞു പൈതലാണ്. ഈ കൊച്ചു പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ദൈവം തരുന്ന വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അപ്പം ഇനിയും നന്നായിട്ട് പാട്ട് പാടണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മോന് ദൈവം ഒരുപാട് അവസരങ്ങളൊക്കെ തരും. ദൈവം കൂടുണ്ട്. അപ്പം ഇനിയും പ്രാക്ടീസ് ചെയ്താൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെയും വളരാൻ പറ്റും. ഈ കുഞ്ഞു പ്രായത്തിൽ കിട്ടുന്ന ഈ അവസരങ്ങളൊക്കെയും നമുക്ക് ഭാവിയിൽ നമ്മൾ വലിയ നിലയിൽ എത്തുന്നതിനൊക്കെ കാരണമായി തീരും. അപ്പം എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു പൈതലിനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു ചേച്ചി. നമുക്കടുത്ത സ്റ്റാൻലി സാറിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. ജേക്ക് മോനെ വളരെ നന്നായിട്ട് തന്നെ മോൻ പാടി. വളരെ പ്രായം കുറവാണ് മോന്, എന്നാലും നന്നായിട്ട് അത് മോൻ പാടുകയും ഒക്കെ ചെയ്തു. ആ വീഡിയോ ഒക്കെ കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. വീണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പാടുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ജേക്ക് മോനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻറ്റ് ജബസ് അനൂപ്, ചെസ് നമ്പർ XLSJ 168. എന്റെ കൈ പിടിച്ചു പോകവേ ക്ലേശമായൊന്നുമില്ല ഈ ഉലകിന്മേൽ. ഭാരമെല്ലാം പോയി മറയും, ദീനമെല്ലാം നീങ്ങിടുമേ. യേശുവിന്റെ രക്തം എന്നെ ശുദ്ധമാക്കുന്നേ. വാ പോയിടാം, യേശുവോട് ചേർന്നിടാം. യേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ പണിഞ്ഞിടാം. വാ പോയിടാം, യേശുവോട് ചേർന്നിടാം. യേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ പണിഞ്ഞിടാം. ശത്രു എന്റെ നേരെ നിന്നലാരിടുന്ന നേരത്തിൽ നിർഭയം ഞാൻ നിന്നിടും നിന്റെ നാമത്താൽ. ഘോര വൈരികൾ മൂടിടുന്ന നേരത്തിൽ വൻകരത്തിൻ ശക്തി എന്നെ താങ്ങിടും നിത്യം. വാ പോയിടാം, യേശുവോട് ചേർന്നിടാം. യേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ പണിഞ്ഞിടാം. വാ പോയിടാം, യേശുവോട് ചേർന്നിടാം. യേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ പണിഞ്ഞിടാം. ദർ വാസ് ജബസ് അനൂപ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് സന്തോഷ് സർ. മോനെ, നല്ലൊരു വർഷിപ്പ് സോങ്ങാണ് ഞങ്ങൾ കേട്ടത്. വളരെ സന്തോഷം. ദൈവം ധാരാളമായിട്ട് മോനെ അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗ്രാൻഡ് ഫിനാലെയാണ്. കുറേ മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോങ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ അതുപോലെയുള്ള ഒരു സോങ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് അവതരിപ്പിക്കണം. അതാണ് നല്ലത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് അർഹിച്ച ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഒന്നാം സ്ഥാനത്തേക്കൊക്കെ വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് ശ്രദ്ധിക്കണം. ദൈവം ധാരാളമായി നല്ലൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഈ പാടിയ പാട്ട് നല്ലൊരു വർഷിപ്പ് ആരാധനാ ഗാനമാണ്. മോന നന്നായിട്ട് പാടിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സന്തോഷ് സർ. ഓവർ ടു ബിനി സർ. മോനെ നല്ല പാട്ടായിരുന്നു. അത് നമുക്കറിയാം, ഒരു വർഷിപ്പ് സോങ് ആണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടൊരു പാട്ടാണ് തോന്നിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ
കോമ്പറ്റീഷൻ വരുമ്പോൾ പാട്ടുകൾ എപ്പോഴും ഒന്നുകൂടെ മെലോഡിയസ് ആയ പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കേൾക്കാൻ സ്വരം, നമ്മുടെ കഴിവുകൾ കൂടുതൽ തെളിയിക്കാം. ആ സാധ്യതകൾ വിശാലമാണ്, അത് ഉപയോഗിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ബ്ലെസ് ചേച്ചി. ഹായ് ജബേസ് മോനെ, നന്നായിട്ട് പാട്ട് പാടി. മുമ്പേ ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വർഷിപ്പ് സോങ് ആണ്. അപ്പം പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വർഷിപ്പ് സോങ്ങുകൾ നമ്മുടെ കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മോൻ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. മോനെയുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു ചേച്ചി. ക്രിസ്റ്റി സർ. ജബേസ് മോനെ, ജഡ്ജസ് പറഞ്ഞത് കേട്ടല്ലോ, നന്നായിട്ട് തന്നെയാണ് മോൻ പാടിയത്. പാടിയ പാട്ട് നന്നായിട്ട് പാടി, പക്ഷേ മറ്റ് സോങ് സെലക്ട് ചെയ്യാമായിരുന്നു. പാടിയ പാട്ട് വളരെ നല്ല എനർജിയോട് കൂടിയാണ് മോൻ പാടിയത്. നല്ല വോയിസാണ് മോന്, നല്ലൊരു വോയിസ് ദൈവം തന്നിട്ടുണ്ട്. വീഡിയോയും നല്ലതായിരുന്നു. നല്ല ഇൻവോൾവ് ആയിട്ടാണ് മോൻ പാടിയത്. ഇനിയുള്ള പാട്ടുകൾ ഇതുപോലെ കോമ്പറ്റീഷൻസിൽ പാടുമ്പോൾ സോങ് സെലക്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ജഡ്ജസിൻ്റെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നന്ദി പറയുന്നു. നമ്മൾ അടുത്ത കണ്ടസ്റ്റൻറ്റിലേക്ക് പോവുകയാണ്. പ്രിസ്ക എൽസ വിജോ, ചെസ് നമ്പർ XLSJ 170. സ്നേഹം ആനന്ദ സ്നേഹം കണ്ടു ഞാൻ കാൽവരിയതിൽ വരുന്നു ഞാൻ നിൻ മുൻപിൽ തരുന്നു എന്റെ ജീവൻ പണിക എന്നെ രക്ഷകാ വരുന്നു ഞാൻ നിൻ മുൻപിൽ തരുന്നു എന്റെ ജീവൻ പണിക എന്നെ രക്ഷകാ യേശുവേ നായകാ ഞാനിതാ വന്നിടുന്നു എന്നുള്ളിൽ നീ പകരുക അഗ്നിയാൽ ആത്മാവിനെ എന്നുള്ളിൽ നീ പകരുക അഗ്നിയാൽ ആത്മാവിനെ. That was Priska Elsa Viju who sang a very beautiful song. Let us ask the judges, starting with Bless ചേച്ചി. ഹായ് പ്രിസ്ക മോൾ. മോള് പാടിയ പാട്ട് നല്ലൊരു പാട്ടായിരുന്നു. നന്നായിട്ട് മോള് പാട്ട് പാടിയിട്ടുണ്ട്. കാണിച്ച വിഷ്വൽസ്, വീഡിയോസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ചുകൂടെ പാട്ടിൻ്റെ ഫീൽ കൊടുത്തൊക്കെ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്ക് നല്ലൊരു ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. കുഞ്ഞു മകളാണ്, ഇനിയും പാടാൻ ദൈവം അവസരങ്ങൾ തരും. പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പാട്ട് പാടുക. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓവർ ടു ബിന്നി സർ. പ്രിസ്കാമോൾ, മനോഹരമായൊരു പാട്ടായിരുന്നു. ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന പാട്ട്. അത് പാടി എന്നാൽ ചില സ്ഥലത്തൊക്കെ, പ്രത്യേകിച്ച് യേശുവേ നായക എന്നൊക്കെ കോറസ് പാടുമ്പോൾ ഇവിടെയൊക്കെ പിച്ചിൻ്റെ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി സ്റ്റൈലാണ്, എങ്കിലും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരു അത്ര മുമ്പോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം, നന്നായിട്ട് പാടണം, പാട്ട് പ്രാക്ടീസ് ചെയ്യണം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സർ. ഓവർ ടു സന്തോഷ് സർ. പ്രിസ്ക മോളെ നന്നായിട്ട് പാടി. നല്ല ഒരു ഫീൽ വോയിസ് മോക്ക് ഉണ്ട്, നല്ലൊരു വോക്കലാണ്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ഇനിയും വരുന്ന മത്സരങ്ങളിലൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് പാടുവാൻ മോൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മോൾ പാടിയത് വളരെ നല്ലതായിരുന്നു. അതുപോലെ നല്ല ഇടയ്ക്ക് നല്ല ഫീലുണ്ട്. പക്ഷേ ചില ഏരിയകളിൽ പിച്ച് ഔട്ടിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഓൾമോസ്റ്റ് നന്നായിട്ട് എല്ലാം നന്നായിട്ട് അവസാനിച്ചു. പ്രിയ ബിന്നിച്ചാൻ പറഞ്ഞതുപോലെ വീഡിയോയുടെ ആ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. അതെല്ലാം വരുന്ന മത്സരങ്ങളിൽ അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ദൈവം ധാരാളമായിട്ട് മോളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സർ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സ്റ്റാൻലി സർ. പ്രിസ്ക എൽസ വിജോ വളരെ മനോഹരമായി തന്നെ മോള് പാടി. എനിക്ക് വിഷ്വൽസ് കുറച്ചുകൂടെ ഭംഗിയാക്കിയാൽ നന്നായിരിക്കും. ആദ്യ ഭാഗം മാത്രം മോളെ കാണിച്ചിട്ട് ബാക്കി വേറെ വിഷ്വൽസാണ് കാണിച്ചത്. ഇനിയും കൂടുതൽ മോളെ തന്നെ വിഷ്വൽ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഈ പാട്ടിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നല്ല പാട്ട് സെലക്ട് ചെയ്ത് നന്നായിട്ട് പാടാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സാർ. ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. നെക്സ്റ്റ് വി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ്. ദർ ഇസ് അമാരിയ ആൻഡ് ഷിബു, XL SJ 175. ഉന്നതൻ നീ, ആരാധ്യൻ നീ, സ്തുതിക്കു യോഗ്യനും അങ്ങ് മാത്രമേ. ഉന്നതൻ നീ, ആരാധ്യൻ നീ, സ്തുതിക്കു യോഗ്യനും അങ്ങ് മാത്രമേ. യേശുവേ എൻ താതനേ, എന്നാശ്രയം അങ്ങ് മാത്രമേ. എന്നേശുവേ എൻ ജീവനേ, എൻ സർവ്വവും അങ്ങ് മാത്രമേ. ആരിലും ശ്രേഷ്ഠനും ആരിലും സ്തുത്യനും അങ്ങ് മാത്രമേ. ആരിലും ശ്രേഷ്ഠനും ആരിലും സ്തുത്യനും അങ്ങ് മാത്രമേ. ആരാധന യേശുവേ, ആരാധിക്കും അങ്ങേ ഞാൻ. ആരാധന യേശുവേ, ആരാധിക്കും അങ്ങേ ഞാൻ. ൂരുമുടയോരും തള്ളിക്കളഞ്ഞപ്പോഴും മാറാത്ത സ്നേഹമങ്ങേകിയില്ലേ. ഒരു കണ്ണും കാണാതെ അലഞ്ഞുഴഞ്ഞപ്പോഴും തിരുകരത്താൽ എന്നെ താങ്ങിയില്ലേ. ഉറ്റോരുമുടയോരും തള്ളിക്കളഞ്ഞപ്പോഴും മാറാത്ത സ്നേഹമങ്ങേകിയില്ലേ. ഒരു കണ്ണും കാണാതെ അലഞ്ഞുഴഞ്ഞപ്പോഴും തിരുകരത്താൽ എന്നെ താങ്ങി. ദർ വാസ് അമാരിയ ആൻഡ് ഷിബു. വളരെ പ്രസന്നമായിട്ടാണ് പാട്ട് പാടിയത്. നമുക്ക് അമരിയയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സാറിനോട് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ബിനി സർ. അമാരിയ മോൾ മനോഹരമായി പാടി. വളരെ സിമ്പിൾ ഒരു പാട്ടായിരുന്നു. അപ്പം നന്നായി പാടി. വലിയ തിങ്സോ സാധനങ്ങളോ ഒന്നുമില്ല, എങ്കിലും മനോഹരമായിട്ട് പാടി. പിച്ച് വേരിയേഷൻ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ പാടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക. പാട്ടുകൾ പാടി പ്രാക്ടീസ് ചെയ്ത് ഋതം എവിടാണ്, താളം എവിടാണെന്നെല്ലാം വളരെ ശ്രദ്ധിച്ച് ഇതിന് ചേരുന്ന വിധത്തിൽ പാടി മത്സരത്തിന് പോകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സർ. മൂവിങ് ഓൺ ടു സന്തോഷ് സർ. അമരിയ, നല്ല പേരാണ്. മോളുടെ പേര് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ പാട്ട് നന്നായിട്ടുണ്ട്. എന്നേശുവേ എൻ താതനെ എൻ സർവ്വവും അങ്ങേ മാത്രമേ എന്നുള്ള പോർഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു വർഷിപ്പ് സോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോളെ ഇത് കോമ്പറ്റീഷനാണല്ലോ, അപ്പോൾ പാട്ട് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും മോൾ ഈ പാടിയ പാട്ട് വളരെ നന്നായിട്ട് പാടി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതിനേക്കാൾ നല്ല പാട്ടുകൾ പാടി ദൈവനാമത്തിൽ പ്രയോജനപ്പെടാൻ മോളെ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സർ. ഓവർ ടു ബ്ലെസ് ചേച്ചി. ഹായ് അമാരിയ കുട്ടി. നല്ല പേരാ. സന്തോഷം പറഞ്ഞ പോലെ നമ്മളങ്ങനെ കേൾക്കാത്തൊരു പേര്, നല്ല പേര്. അതുപോലെ തന്നെ നന്നായിട്ട് ചിരിച്ച് നല്ല രസമായിട്ടാണ് മോള് പാടിയേക്കുന്നത്. പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ മോള് ഫുൾ ടൈം ചിരിച്ചുകൊണ്ടാണ് പാടിയേക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. നന്നായിട്ട് മോള് പാട്ട് പാടിയിട്ടുണ്ട്. ക്ലീൻ വോക്കലാണ്, ക്ലീൻ സിംഗിങ് ആണ്, നല്ല രസമുണ്ട്. എന്നാലും ഇനിയുള്ള കോമ്പറ്റീഷനുകളിൽ നല്ല പാട്ട് സെലക്ട് ചെയ്ത് നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. മോളിപ്പോഴും നന്നായിട്ട് തന്നെയാണ് പാടിയേക്കുന്നത്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ചേച്ചി. ഓവർ ടു ക്രിസ്റ്റി സർ. മാരിയ മോളെ, നല്ല മനോഹരമായിട്ട് തന്നെ മോള് പാടി. ജഡ്ജസൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. നല്ല പ്ലസൻറ്റ് ഫേസ് ആയിരുന്നു, നല്ല ഫീലായിരുന്നു മോള് പാടുന്നത്. കേൾക്കാനും കാണാനും കാണുമ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. മോൾ പറഞ്ഞ ബ്രദർ റോബി തോമസിൻ്റെ പാട്ടാണ് മോൾ പാടിയത്. വളരെ മനോഹരമായിട്ടാണ് മോൾ ആ പാട്ട് പാടിയത്. ഇനിയുള്ള കോമ്പറ്റീഷൻസിൽ മോൾ ശ്രദ്ധിക്കുക. സോങ് സെലക്ഷൻ അല്പം കൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ദൈവം മോളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ക്രിസ്റ്റി സർ.
We're moving on to the next contestant, that is Kezia Elizabeth Shaji. Judges, please note her chess number XLSJ 177. കരൾ നീറുമിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ നീ മാത്രമാണെൻ ആശയും ആശ്വാസമരുളും സ്നേഹവും നീ മാത്രമാണെൻ ആശയും ആശ്വാസമരുളും സ്നേഹവും കരൾ നീറുമിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. That was a very beautiful song sung by Kezia Elizabeth Shaji. മോളുടെ പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബ്ലെസ്സി ചേച്ചി. ഹായ് കെസിയ മോൾ. ഫേമസ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു പാട്ടാണ്. മിക്ക കോമ്പറ്റീഷനിലും ടാലൻറ്റ് ടെസ്റ്റുകളിലും നമ്മൾ കേൾക്കാറുള്ളൊരു പാട്ടാണ് കരൾ നീറുമൻ ഹൃദയം എന്നുള്ള പാട്ട്. മോൾ നന്നായിട്ട് തന്നെ പാടി. നല്ലൊരു വോക്കൽ മുഖദൈവം തന്നിട്ടുണ്ട്. നല്ല ശബ്ദമാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. ക്ലീനായിട്ട് പാടിയിട്ടുണ്ട്. വീഡിയോസ് ആണെങ്കിലും നല്ലതാണ്. കുറച്ചുകൂടെ ബെറ്റർ ആക്കുമെങ്കിൽ അത്രയും നല്ലത്. ടോട്ടലി നല്ല പാട്ടായിരുന്നു. നമുക്ക് ഇനിയും അവസരങ്ങളും വേദികളും ദൈവം ഒരുക്കി തരട്ടെ. ഇനിയും ദൈവത്തിന് വേണ്ടി ഒരുപാട് പാടുവാൻ ദൈവം മോളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള കമൻസ് ഒക്കെ ജഡ്ജസ് പറയും. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ഓവർ ടു ബെന്നി സർ. കെസിയ മോളെ നല്ല പാട്ടായിരുന്നു, നന്നായി പാടി. പിന്നെ മനോഹരമായി പാടി. ഈ കുറച്ചുകൂടെ ഫീല് ഓരോ വാക്കുകൾക്കും കൊടുത്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ അത് മനോഹരമായേനെ. പല സ്ഥലത്തും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അത് നമുക്ക് ചെയ്യാമായിരുന്നു. ഞാനീ പറയുന്നത് നമുക്കൊന്നുകൂടെ വളരാനും നമ്മൾ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ കുറേ വേരിയേഷൻസ് വരുത്തിയിട്ട് പ്ലെയിനായിട്ട് മാത്രം പാടി വയ്ക്കാതെ നമുക്കിഷ്ടമുള്ള ചേരുന്നിടത്ത് മനോഹരമായ സംഭവങ്ങളൊക്കെ ചേർത്ത് പാട്ടുകൾ ഇനിയും പാടണം. നല്ല ഉയരങ്ങളിലെത്തണം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബെന്നി സർ. മൂവിങ് ഓൺ ടു സന്തോഷ് സർ. കെസിയ എലിസബത്ത് ഷാജി മോളെ, വളരെ മനോഹരമായ ഒരു ഗാനമാണിത്. ഞാൻ ഇതിൻ്റെ തെലുങ്ക് വേർഷൻ പല വേദികളിലും പാടിയിട്ടുണ്ട്. ഒരു തെലുങ്ക് കല്യാണം ആ കല്യാണത്തിൻ്റെ പ്രോഗ്രാം എനിക്ക് കിട്ടുകയും അവിടെ ഈ പാട്ട് പാടണമെന്ന് പറയുകയും ഞാൻ പഠിച്ച് ഈ പാട്ട് പാടി. അപ്പോൾ ആ സമയത്ത് ആ പാട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് പ്രണാം കമൽ സാറിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഭയങ്കര ഓർക്കസ്ട്രയാണ് ഇതിൻ്റെ മലയാള വേർഷൻ പാടിയിരിക്കുന്നത് ഗ്രിഗറിയാണ്, എറണാകുളത്തുള്ള പുള്ളിക്കാരിയാണ് ഇതിൻ്റെ മലയാളം വേർഷൻ പാടിയിരിക്കുന്നത്. വളരെ ഫീല്
കൊടുത്ത് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. നല്ലൊരു ഒരു സോങ് സെലക്ഷനാണ് മോളിവിടെ ചെയ്തിട്ടുള്ളത്. എങ്കിലും മോള് പാടിയിരിക്കുന്നതിൽ ആദ്യത്തെ പല്ലവിയിൽ കുറച്ച് പ്രശ്നങ്ങൾ, നോട്ട്സിൻ്റെ പ്രോബ്ലം ഉണ്ട്. കരൾ നീറുമെൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ, നീ വന്നണഞ്ഞാൽ അതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞ ജീവൻ. തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ, നീ മാത്രമാണൻ ആശയും ആശ്വാസമരുളും സ്നേഹവും. അതുപോലെ സ്റ്റാൻഡ്സ പാടുമ്പോഴും ഇതുപോലെ കുറച്ച് ഹാഫ് നോട്ട്സ് ഉണ്ട്, അതൊക്കെ പാടിക്കുന്ന മോള് മിസ്റ്റേക്സ് ഉണ്ട്. നീ വന്നണഞ്ഞാൽ തീരുമൻ, ഞാൻ നോട്ട് പ്രോബ്ലം ഉണ്ട്. നീ മാത്രം എന്നെ ആശയും, അവിടെയൊക്കെ ഒത്തിരി അത് ചേരാനുണ്ട്. ആ നോട്ട്സൊക്കെ ഒന്നുകൂടെ പഠിച്ച് നന്നായിട്ട് പാടുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മൂവിങ് ഓൺ ടു സ്റ്റാൻലി സർ. കസിയ വളരെ മനോഹരമായി തന്നെ പാടി. അതിനകത്ത് ജഡ്ജസ് അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓവറോൾ ഫീൽ വളരെ നന്നായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ പിച്ചിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കുറേ ഈ ഒരു ഗാനത്തിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ ആഡ് ചെയ്താൽ നന്നായിട്ട് നമുക്ക് പാടുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം വീണ്ടും ശക്തമായി ഉപയോഗിക്കട്ടെ. മോൾക്ക് പാടാൻ നല്ല കഴിവുള്ള ആളാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് തന്നെ പാടുവാൻ വീണ്ടും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നമ്മൾ കേട്ടു. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ദർ ഇസ് മനഷേ സാം ജോൺ, ചെസ് നമ്പർ XLSJ 191. അറിഞ്ഞിരുന്നില്ലല്ലോ യേശുവിൻ സ്നേഹം, അറിഞ്ഞപ്പോൾ ജീവിതം യേശുവിനായി. പാപത്തിനാഴമാം ചേറ്റിൽ നിന്നെന്നെ വിടുവിച്ച നിൻ സ്നേഹം അവർണ്ണനീയം. പാപത്തിനാഴമാം ചേറ്റിൽ നിന്നെന്നെ വിടുവിച്ച നിൻ സ്നേഹം അവർണ്ണനീയം. പാപത്തിൻ വഴികളിൽ ഞാൻ നടന്നപ്പോൾ കരം പിടിച്ചുയർത്തിയല്ലോ എൻ ജീവനാഥ. പാപത്തിൻ വഴികളിൽ ഞാൻ നടന്നപ്പോൾ കരം പിടിച്ചുയർത്തിയല്ലോ എൻ ജീവനാഥ. ഘോരമാമെൻ പാപങ്ങൾ തിരുനിണത്താൽ നീ കഴുകിയല്ലോ. ഘോരമാമെൻ പാപങ്ങൾ തിരുനിണത്താൽ നീ കഴുകിയല്ലോ. തിരുനിണത്താൽ നീ കഴുകിയല്ലോ. ദറ്റ് വാസ് മനഷേ സാം ജോൺ. ഇൻസ്ട്രുമെൻ്റൊക്കെ വായിച്ച് വളരെ മനോഹരമായിട്ടാണ് പ്രിയമകൻ പാടിയത്. നമുക്ക് ജഡ്ജസിനടുത്ത് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് സന്തോഷ് സർ. മനഷേ സാം ജോൺ മോനെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മോനാണ്. ദൈവം നല്ല കഴിവുകൾ മോന് തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓർക്കസ്ട്ര ചെയ്യുവാനും പാട്ട് ട്യൂൺ ചെയ്യുവാനും അത് റെക്കോർഡ് ചെയ്യുവാനും ഒക്കെയുള്ള നല്ല നല്ല കഴിവുകൾ കർത്താവ് മോന് തന്നിട്ടുണ്ട്. മോന് അതിൽ ഉയരങ്ങളിൽ എത്രമാത്രം ഉയരങ്ങളിലെത്താമോ അത്രയും ഉയരങ്ങളിൽ കർത്താവ് മോനെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പാടിയ പാട്ട് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിലും ചില പോർഷൻസിൻ്റെ എൻഡിങ് ഒക്കെ ചെറിയ ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പാട്ടാണ് മോൻ പാടിയത്.
നല്ല ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഇനിയും നല്ല പാട്ടുകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പാടുവാൻ ദൈവം അധികമായി മോനെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. Thank you, sir. Moving on to Binny, sir. മനശ്ശെ സാം ജോൺ, മോനെ നല്ലൊരു ഭാവിയുണ്ട് കേട്ടോ. ഇതിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുത്. കാരണം നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മോനാണ്. കീബോർഡ് വായിക്കുന്ന, ഫിംഗറിംഗ് ഒക്കെ കറക്റ്റാണ്. അതുപോലെ ആ പാട്ട് പാടുമ്പോൾ അതിൽ ലയിച്ചിരുന്നാണ് പാടുന്നത്. സെക്കൻഡ് പോർഷനൊക്കെ പാടുമ്പോൾ നമുക്ക് പറ്റാവുന്ന തിങ്സുകളൊക്കെ ഇട്ട് മനോഹരമാക്കാൻ ശ്രമിക്കുന്നു. നല്ലൊരു കാര്യമാണത്. ഇതെല്ലാം നമുക്ക് ബ്ലഡിൽ നിന്ന് കിട്ടുന്നതാണ്. സംഗീതമെന്ന് പറയുന്നത് പ്രസംഗം മറ്റുപോലെയല്ല, അത് ബ്ലഡിൽ വേണം. താളവും ശ്രുതിയും ഭാവമൊക്കെ ബ്ലഡിലുണ്ടെങ്കിൽ അത് നമുക്ക് ജന്മനാ കിട്ടുന്ന ദൈവം തരുന്ന വലിയൊരു ഗിഫ്റ്റാണത്. ഇത് വലുതാക്കി പാട്ട് പാടാനും എഴുതാനും വായിക്കാനും കഴിവുണ്ടെങ്കിൽ അത് വലുതാക്കി അനേകർക്ക് ആശ്വാസമായി നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Bless ചേച്ചി. ഹായ് മനശ്ശേ, നല്ല രസമുണ്ട് മോനെ. ഒരു വർക്ക് മൊത്തം സ്വന്തമായി ചെയ്യുക എന്ന് പറയുന്നത് ഈ കൊച്ചുപ്രായത്തിൽ അസാധ്യമാണ്. പക്ഷേ മോനെ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു മിടുക്കൻ കുട്ടനാണ്, ഭാവിയിലെ വലിയൊരു മ്യൂസീഷ്യനാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. ദൈവം ഒരുപാട് താലന്തുകൾ മോനെ തന്നിട്ടുണ്ട്. പാട്ട് പാടാൻ മാത്രമല്ല, കീബോർഡ് വായിക്കാൻ, കമ്പോസിങ് ചെയ്യാൻ, ഓർക്കസ്ട്രേഷൻ. മോന് അത്രയ്ക്കും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. മോനെ ദൈവം അനുഗ്രഹിക്കും, തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും പാടണം, ഇനിയും പുതിയ വർക്കുകളൊക്കെ ചെയ്യണം. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മോനെ. Thank you, ചേച്ചി. Moving on to Christy, sir. മനുഷ്യമോനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പാട്ട് പാടി ഓർക്കസ്ട്രേഷൻ ചെയ്തു. മോൻ പറയുകയുണ്ടായി പാസ്റ്റർ സാംകുട്ടി ജോൺ, ലിറിക്സ് സാംകുട്ടി ജോൺ പാസ്റ്ററിൻ്റെ ആണ്. മോൻ തന്നെയാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. മോനെ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് അത് ചെയ്തു. എഫേർട്ട്ലെസ് ആയിട്ടത് പാടി. സാറ് പറയുകയുണ്ടായി, ലയിച്ചാണ് മോൻ ആ പാട്ട് മുഴുവൻ പാടിയത്. അപ്പോൾ തന്നെ ചെറിയ ഒരു കറക്ഷൻ പറയുന്നു. ഫസ്റ്റ് ലാസ്റ്റ് സ്ട്രിങ്സ് പ്ലേ ചെയ്തതിന് പകരം പിയാനോ പ്ലേ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ആ പാട്ടിന് കുറച്ചുകൂടി ഫീൽ ഉണ്ടാകുന്നത് അപ്പോഴാണ്. അങ്ങനെ മൈനർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് നല്ലതാണ്. നമ്മളുടെ ബ്രെയിനിന് ഒരുപാട് റീജിയൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസ് ഒക്കെ എൻഗേജ്ഡ് ആവുന്നതാണ് നമ്മൾ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ. അതൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഈ കഴിവ് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ, അവസാനം വരെയും കർത്താവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനും ദൈവം എന്നെ സഹായിക്കട്ടെ. May God bless you, Mane. Thank you, sir. Now we are moving on to the next contestant. That is Hannah Grace Benoy, chess number XLSG 195. देखेगा सारा जहां,
आने का वादा भी पूरा होगा, देखेगा सारा जहां. ദാറ്റ് വാസ് ഹന ഗ്രേസ് ബിനോയ്. വളരെ മനോഹരമായ ഒരു ഹിന്ദി ഗാനമാണ് ആലപിച്ചത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, സ്റ്റാർട്ടിങ് വിത്ത് ബ്ലെസ് ചേച്ചി. ഹായ് ഹന്ന ഗ്രേസ് ബിനോയി, മോള് പാടിയ പാട്ട് കൊള്ളാം, പക്ഷേ പാടാൻ കഴിവ് മോൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നന്നായിട്ട് മോള് പാടി. നമുക്ക് ഏതൊരു പാട്ട് കിട്ടിയാലും ആ പാട്ടിനൊരു താളം കാണും. ആ താളത്തിനൊത്ത് പാടാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. എവിടേക്കോ താളം മറിഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്തു. ഇനിയും കിട്ടുന്ന പാട്ടുകളൊക്കെ താളത്തിനനുസരിച്ച് പാടാൻ ശ്രമിച്ചാൽ നല്ലതാണ്. താളത്തിനൊത്ത് പാടുമ്പോഴാണ് അത് കേൾക്കാനും നമുക്ക് മാധുര്യമേറുന്നത്. അപ്പം നന്നായിട്ട് പാടുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പാടാൻ പറ്റും. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ദൈവമോളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്ലെസ് ചേച്ചി. മൂവിങ് ഓൺ ടു ബിന്നി സർ. ഹന്ന മോളെ, നല്ല പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളായ വിശ്വാസികളായ എല്ലാവരും പാടുന്നൊരു പാട്ടാണ് ഇതല്ലേ. നമ്മൾ മലയാളികളും പാടാറുണ്ട്. നമ്മൾ എത്രയോ വേദികളിൽ അത് പാടിയിരിക്കുന്നു. അപ്പം വളരെ മനോഹരമായൊരു പാട്ടാണ്. നന്നായി പാടി. മോൾക്ക് കഴിയാവുന്ന വിധത്തിൽ മോൾ പാടിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലത്തൊക്കെ ഈ താളം 1 2 3 അങ്ങനെ പറയുമ്പോഴത്തേനും അതത് ഓഫ് ബീറ്റിൽ പാടുന്ന പാട്ടാണ്. അതിൻ്റെ ഋതം പല സ്ഥലത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യം, വാക്കുകൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരുപാട് ഓപ്പണായി പോയോ എന്നൊരു സംശയമുണ്ട്. ചില വാക്കുകളൊക്കെ നമ്മൾ ഒതുക്കി തന്നെ പാടണം. അപ്പം മോള് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ച്, പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് പാടിക്കഴിഞ്ഞാൽ മനോഹരമാക്കാൻ കഴിയും. ഇത് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും പാട്ടുകൾ എടുക്കുമ്പോൾ പാടുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക. വാക്കുകൾ പറയേണ്ടടുത്ത് അപ്പാവേണ്ടടുത്ത് മാത്രം അപ്പാക്കുക. അങ്ങനെ പാടിക്കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. മൂവിങ് ഓൺ ടു സന്തോഷ് സർ. ഹന്ന ഗ്രേസ് ബിനോയ് മോളെ, പല വേദികൾ ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടിയിട്ടുള്ളതാണ്. പണ്ട് മുതലേ അറിയാവുന്ന പാട്ടുകളാണല്ലോ നമുക്ക്. നീലെ ആസ്മാൻ കെ പ്യാർ ജായെങ്കി എന്ന് തുടങ്ങുന്ന പാട്ട്. ഇത് ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് വർഷിപ്പ് പാടുവാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഹിന്ദിക്കാരുടെ ഇടയിൽ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ സോളോ പാടാനായിട്ട് ചെന്നതാണ്. അപ്പം ഞങ്ങൾ സോളോ പാടി തുടങ്ങിയപ്പോൾ ആ ഓഡിയൻസ് കംപ്ലീറ്റ് ഈ പാട്ട് പാടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഈ പാട്ടുകളെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണല്ലോ. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും കുറച്ച് പ്രോബ്ലംസ് ജഡ്ജസ് പറഞ്ഞതുപോലെയുണ്ട്. പ്രത്യേകിച്ച് താളത്തിന് പാടാനായിട്ട് ശ്രദ്ധിക്കണം. താളം മറിഞ്ഞു പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു എക്സ്പ്രഷൻ ചില സ്ഥലങ്ങളിൽ വളരെ കുറവായിരുന്നു. ഫീല് പാട്ടിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓരോ പാട്ടിനും ഓരോ ഫീലും ഓരോ എക്സ്പ്രഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പാട്ട് സെലക്ട് ചെയ്യുകയും വന്ന് പാടുകയും ചെയ്യുവാനായിട്ട്. എങ്കിലും മോളുടെ അറ്റംപ്റ്റിന് ഒത്തിരി നന്ദി. ദൈവം ധാരാളമായിട്ട് മോളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. നെക്സ്റ്റ് സ്റ്റാൻലി സർ. ഹന്ന മോളെ, വളരെ മനോഹരമായി തന്നെ മോള് പാടി. ഇപ്പോൾ ജഡ്ജസ് പറഞ്ഞ താളത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്കും അത് ഫീൽ ചെയ്തു. താളം മറിഞ്ഞ് പോകുന്ന നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും അത് നന്നായിട്ട് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റിതം സൈഡ് കൂടുതലായിട്ട് നിൽക്കുന്നു. വോക്കൽ ഒത്തിരി കുറഞ്ഞു പോയി. അതുകൊണ്ടത് വളരെ വ്യക്തമായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആ കാര്യവും നന്നായിട്ട് ശ്രദ്ധിക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. അടുത്ത നമ്മുടെ പാട്ട് കേൾക്കാൻ പോകുന്നത് ആൻഡ്രിയ സുനിലിൻ്റെ ആണ്. ചെസ് നമ്പർ XLSJ 196. ജീവൻ തന്നോനെ പൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയല്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും
വിശ്വസ്തനായോനെ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലായി ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരും ഇല്ലായേ പ്രാണൻ പോവോളം ജീവൻ തന്നോനെ പൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്നേശുവേ പ്രാണൻ. ദാറ്റ് വാസ് ആൻഡ്രിയ സുനിൽ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിന്നി സർ. ആൻഡ്രിയ സുനിൽ മോളെ നന്നായി പാടി. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. നന്നായി പാടി. മോളുടെ കഴിവിന് അനുസരിച്ച് മോൾ നന്നായി പാടി. എന്നാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആ റിതം, ആ സ്നേഹം ഞാൻ ക്രൂശിൽ കാണുമ്പോൾ എന്ന് പറയുന്ന ആ സ്ഥലത്തൊക്കെ ഒരു സ്ലൈറ്റായിട്ട് റിതം നഷ്ടപ്പെട്ട പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഇനിയൊക്കെ പാടുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക. കാരണം ഇത് റെക്കോർഡഡ് പ്രോഗ്രാമാണല്ലോ, അതുകൊണ്ടാണിത് പറയുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പാട്ട് പാടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് പ്ലെയിനായിട്ട് പാടാതെ കുറേ തിങ്സുകളും ഒക്കെ ഇട്ടൊന്ന് മനോഹരമായി ഒരു മോഡുലേഷൻ വരുത്തി കഴിഞ്ഞാൽ പാട്ടൊന്നുകൂടെ മനോഹരമാവും. അങ്ങനെയാണത് ഏറ്റവും പാട്ടുകൾ കേൾക്കാൻ നമുക്ക് ശ്രവണ സുഖം ലഭിക്കുന്നത്. മനോഹരമായി മോള് പാടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബിന്നി സർ. മൂവിംഗ് ഓൺ ടു സന്തോഷ് സർ. ആൻഡ്രിയ സുനിൽ. ആൻഡ്രിയ നല്ല പേരാണ് മോളെ. നന്നായിട്ട് മോള് പാടി. സ്റ്റാൻസ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ടെമ്പോ വേരിയേഷൻ, അതായത് താളത്തിൻ്റെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. എങ്കിലും നല്ല പ്ലസൻ്റായിട്ട് മോള് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇനിയും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യുക. നന്നായിട്ട് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സന്തോഷ് സർ. മൂവിംഗ് ഓൺ ടു ബ്ലെസ് ചേച്ചി. ഹായ് ആൻഡ്രിയ, മോള് നന്നായിട്ട് പാട്ട് പാടി. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ എന്ന സോങ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോങ്ങാണ്. നമ്മുടെ സ്റ്റെബിലിൻ്റെ പാട്ടാണ്. ഹിറ്റ് പാട്ടുകളിലൊന്നാണ്. നല്ല പാട്ടാണ്. മോള് നന്നായിട്ട് പാടി. ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്ലെസ് ചേച്ചി. മൂവിംഗ് ഓൺ ടു ക്രിസ്റ്റി സർ. ആൻഡ്രിയ മോളെ നന്നായിട്ട് പാടി. മനോഹരമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ടാണ് പാടിയത്. കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മളുടെ ജഡ്ജസൊക്കെ പറഞ്ഞു. അത് മോളെ ശ്രദ്ധിക്കണം. ഇനി പാട്ട് പാടുമ്പോൾ മോളത് ശ്രദ്ധിച്ച് വേണം ഇനി പാടുവാനായിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ അല്പം ടെമ്പോയുടെ ഇഷ്യൂസ് പിന്നീട് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് നല്ല പ്രൊനൗൺസിയേഷനാണ്. അക്ഷരസ്ഫുടത നന്നായിട്ട് മോൾക്കുണ്ട്. അത് കീപ്പ് ചെയ്യുക. മുന്നോട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പാട്ടുകൾ പാടുക. ദൈവം സഹായിക്കട്ടെ. Thank you, Christy sir. Now we're moving on to the next contestant, that is Krista Susan Cecil, chess number XLSJ 199. ഒരു നാളായി കാത്തിരിപ്പൂ ഞാൻ ശോഭനമായൊരു ദേശമതിൽ. നല്ലൊരു നാളായി കാത്തിരിപ്പൂ ഞാൻ ശോഭനമായൊരു ദേശമതിൽ. പ്രിയനുമായുള്ള വാസമതോർക്കുമ്പോൾ ഇല്ലില്ല ഗീതം തെല്ലുമെന്നിൽ. പ്രിയനുമായുള്ള വാസമതോർക്കുമ്പോൾ ഇല്ലില്ല ഗീതം തെല്ലുമെന്നിൽ. നല്ലൊരു നാളായി കാത്തിരിപ്പൂ ഞാൻ ശോഭനമായൊരു ദേശമതിൽ.
വെപ്പാൻ ഇല്ലില്ല വേറെ ധരയിൽ. അങ്ങെല്ലതാരും ആശ്രയം വെപ്പാൻ ഇല്ലില്ല വേറെ ധരയിൽ. വളരെ മനോഹരമായ പ്രത്യാശ നൽകുന്ന ഒരു പാട്ടാണ് പ്രിയ ക്രിസ്റ്റമോള് പാടിയത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് സന്തോഷ് സർ. സിസ്റ്റർ സൂസൻ സിസിൽ മോളെ നന്നായിട്ട് പാടി. നല്ലൊരു നാളെ കാത്തിരിപ്പു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. വളരെ മനോഹരമായ ഒരു ഗാനമാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, വളരെ കുറച്ച് സിമ്പിളായി പോയോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ കുറച്ച് സംഗതികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ പാട്ടിനൊരു ബ്യൂട്ടി ഉണ്ടായേനെ. എനിക്ക് തോന്നുന്നു ആ സ്റ്റാൻസയ്ക്ക് നമുക്ക് അത്യാവശ്യം സംഗതികളൊക്കെ ആഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ധരയിൽ എന്ന് തുടങ്ങുന്ന അതിൻ്റെ സ്റ്റാൻസയുടെ ലാസ്റ്റിൽ ഈ ധരയിൽ എന്ന് തുടങ്ങുന്ന ലാസ്റ്റ് പോർഷൻ ഒരല്പം പ്രശ്നമുണ്ടായിരുന്നു. അത് ആ ഒരു ട്യൂൺ ശരിക്കും ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു കഴിവ് മോക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസിലൂടെയുള്ളൂ നമുക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്തുള്ളൂ. പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യുക, പാടാൻ പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പാടുക. ദൈവം ധാരാളമായിട്ട് മോളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സന്തോഷ് സർ. വി ആർ മൂവിംഗ് ഓൺ ടു ബിന്നി സർ. ക്രിസ്റ്റമോളെ നല്ല പാട്ടായിരുന്നു. നല്ല ഒരു വാഗ്ദാനം തരുന്ന ഒരു പാട്ടാണ്. മോള് നന്നായി പാടി. നല്ല ശബ്ദമാണ്. അത് നേരത്തെ സന്തോഷ് ബ്രദർ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട്. നമ്മൾ സെക്കൻഡ് പോർഷനൊക്കെ റിപ്പീറ്റ് പാടുമ്പോൾ നമ്മുടേതായ ചില സംഭവങ്ങളൊക്കെ ചേർത്ത് പാടിയാലുണ്ടല്ലോ, അപ്പം ഒന്നുകൂടെ മനോഹരമാവും പാട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാട്ടൊന്നുകൂടെ മനോഹരമാകുന്നു. മറ്റുള്ള ഫേമസ് പോപ്പുലറായ പാട്ടുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. സംഗീതജ്ഞർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും അതിൻ്റെ ബേസിക്ക്. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് പാട്ട് മനോഹരമാവും. നമ്മൾ കേൾക്കുന്നത് ആ പാട്ടാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ പാട്ടുകൾ പാടുമ്പോഴും നമ്മുടേതായ മനോഹരമായ സംഭവങ്ങൾ ചേർത്ത് പാടിക്കഴിഞ്ഞാൽ അതിമനോഹരമാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബിന്നി സർ. മൂവിംഗ് ഓൺ ടു ബ്ലെസ് ചേച്ചി. ഹായ് ക്രിസ്റ്റ സൂസൻ സിസിൽ. നല്ലൊരു നാളെ കാത്തിരിപ്പു എന്ന മനോഹരമായ ഗാനമാണ് മോള് പാടിയത്. മോൾ നന്നായിട്ട് പാടി, ക്ലീനായിട്ട് പാടിയിട്ടുണ്ട്. നല്ല വോക്കലാണ്. ദൈവം നല്ലൊരു ശബ്ദം മോൾക്ക് തന്നിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിന് മോള് പ്രയോജനപ്പെടുത്തണം. ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് പാടാതെ കഴിയുന്നത്ര തിങ്സുകൾ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്താൽ ആ പാട്ടിന് ഒത്തിരി ഭംഗി കൂടും. അതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. മോൾക്ക് നല്ലൊരു ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. ഇനി വേദികൾ അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി തരും. അതൊക്കെ പ്രയോജനപ്പെടുത്തണം. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ബ്ലെസ് ചേച്ചി. മൂവിംഗ് ഓൺ ടു സ്റ്റാൻലി സർ. ക്രിസ്റ്റ വളരെ മനോഹരമായി തന്നെ പാടിയിട്ടുണ്ട്. സ്പീഡ് അല്പം കൂടിപ്പോയി എന്നെനിക്ക് കുറച്ചുകൂടെ മെലഡീസായിട്ട് പാടിയാൽ കുറച്ചുകൂടെ നന്നായിട്ട് പാടാം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് എന്നിൽ പകർന്നു ആ പോർഷൻ പ്രശ്നമുണ്ടായിരുന്നു. പിച്ചിന് പ്രശ്നമുണ്ടായിരുന്നു. ആശ വെയ്പ്പാൻ എന്നാണ് പാടിയത്. വെയ്പ്പാൻ. അപ്പം വാക്കുകൾ നമ്മൾ പാടുമ്പോൾ നന്നായിട്ട് വ്യക്തമായിട്ട് തന്നെ പാടാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പാടാൻ നല്ലൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പാടാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സ്റ്റാൻലി സർ. നമ്മൾ ക്രിസ്റ്റമോളുടെ പാട്ടാണ് കേട്ടത്. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഹന റേച്ചൽ റോബർട്ടിൻ്റെ പാട്ടാണ്. ചെസ് നമ്പർ XL SJ200. സാന്ത്വനം തായോ
ഹന്നമോളുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഹന്നമോളുടെ പാട്ടിനെ കുറിച്ച് ജഡ്ജസിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ബ്ലെസ് ചേച്ചി. ഹായ് ഹന്നമോൾ, മോൾ നന്നായിട്ട് പാട്ട് പാടി. നമുക്ക് നല്ല ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. നല്ല വീഡിയോ വിഷ്വൽസ് ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പാട്ടിനെ പറ്റി എനിക്ക് തോന്നുന്നു ഈ പാട്ടിനെ പറ്റി കൂടുതലായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒത്തിരി സീനിയറായിട്ടുള്ള 2 പാട്ടുകാരാണ്, സന്തോഷാനും ബിന്നിച്ചാനും. ഇവർ 2 പേരും നമുക്കത് പറഞ്ഞു തരും. നമുക്ക് പാടാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ബ്ലെസ് ചേച്ചി. മൂവിങ് ഓൺ ടു ബിന്നി സർ. ഹന്നമോൾ മനോഹരമായി പാടി. മാക്സിമം മോൾ നന്നായി പാടിയിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ ബെറ്ററാക്കി പാടാമായിരുന്നു. ചില തിങ്സുകളൊക്കെ ഒന്നുകൂടെ ഡീപ്പാക്കി എടുത്തിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒന്നുകൂടെ ഫീൽ കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ വീഡിയോയിൽ പല സമയത്തും ലിപ്പ് സിങ്കാവാതെ വരുന്നുണ്ട്. അത് എഡിറ്റിങ്ങിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. കുറച്ചുകൂടെ ബ്രൈറ്റാക്കി മനോഹരമാക്കി പാടാം. അങ്ങനെ പാടി വളരണം. അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബിന്നി സർ. മൂവിങ് ഓൺ ടു സന്തോഷ് സർ. ഹന്നമോൾ നല്ല ഒരു സോങ് സെലക്ഷനാണ്. നല്ലൊരു പാട്ടാണിത് ഫൈനലിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൽ മോളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ട്യൂണിൻ്റേതായ ചില പ്രോബ്ലംസ്, ചില നോട്ട്സ് വേരിയേഷൻസ് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. സ്മൃതിയുള്ള കാലത്തിൽ ഇനിയുള്ള കാലം, അതൊക്കെ അവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് നീ അറിയാതെ എന്ന് തുടങ്ങുന്ന, അതായത് സ്റ്റാൻസയ്ക്കാണ് നീ അറിയാതെ എന്ന് തുടങ്ങുന്ന 2ാമത്തെ പോർഷൻ. അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഹൈ നോട്ട് അത് നന്നായിട്ട് പിച്ചിലെത്തിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ആ സ്റ്റാൻസയുടെ ലാസ്റ്റിൽ അകലുന്ന ദുഃഖമെല്ലാം സുഖമെൻ്റെ നാഥ ജീവനിൽ നീ കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ പാട്ടിന് കുറച്ചുകൂടെ ജീവൻ വന്നേനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, അത് ശ്രദ്ധിക്കുക. ദൈവം ധാരാളമായിട്ട് മോളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സന്തോഷ് സർ. വി മൂവിങ് ഓൺ ടു സ്റ്റാൻലി സർ. ഹന്നമോള് മനോഹരമായി തന്നെ പാടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഗാനം വളരെ ശ്രദ്ധിച്ച് പാടേണ്ട ഗാനമാണ്. ഈ ഗാനം ഒറിജിനൽ നന്നായിട്ട് കേട്ടിട്ട് വേണം പാടാനായിട്ട്. കാരണം അതുപോലെ കുറേ സ്ഥലങ്ങളിൽ വെറുതെ നമുക്കൊരു പാട്ട് പാടി വിടുന്നത് പോലെ പാടാൻ പറ്റുന്ന ഒരു ഗാനമല്ല ഇത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗാനം നല്ലൊരു ഗാനമാണ്, നല്ലൊരു സെലക്ഷനാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ ഭാഗങ്ങളിൽ ഒറിജിനൽ ട്യൂണുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വീണ്ടും പാടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു സോങ് ആയിരുന്നെങ്കിൽ മോക്ക് കുറച്ചുകൂടെ തിങ്സൊക്കെ ഇട്ട് നന്നായിട്ട് പാടാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും മോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ദൈവം വീണ്ടും നന്നായിട്ട് പാടാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജഡ്ജസിൻ്റെ എല്ലാ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും നന്ദി പറയുന്നു. എന്ത് കഴിവുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ളത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പാടുവാൻ ദൈവം നിങ്ങളെ എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഫൈനൽ റിസൾട്ടിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുന്നേ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഇറ്റ്സ് ടൈം ഫോർ എ ഷോർട്ട് ബ്രേക്ക്.
എങ്ങോട്ടേക്ക് യാത്ര ബ്രോ, എങ്ങോട്ടേക്ക് യാത്ര ബ്രോ, എങ്ങോട്ടേക്ക് യാത്ര ബ്രോ, എങ്ങോട്ടേക്ക് യാത്ര ബ്രോ, അറിയില്ല ബ്രോ. വലയുമ്പോഴും വഴിയറിയാതെ അലയുമ്പോഴും മൈക്കൊമ്പസ് കാട്ടും നൽവഴി, ദിശയറിയാതെ വലയുമ്പോഴും മൈക്കൊമ്പസ് നൽകും ദിശ, വഴിയറിയാതെ അലയുമ്പോഴും മൈക്കൊമ്പസ് കാട്ടും നൽവഴി. ഒന്നിച്ചൊന്നായി നീങ്ങാം ഒരേ ലക്ഷ്യം, ഒന്നിച്ചൊന്നായി ഉയരാം ഒരേ ഒരു ദിശ, ഒന്നിച്ചൊന്നായി നീങ്ങാം ഒരേ ലക്ഷ്യം, ഒന്നിച്ചൊന്നായി ഉയരാം ഒരേ ഒരു ദിശ. മേരാ കോമ്പസ്, മേരാ കോമ്പസ്, മൈ കോമ്പസ്, മേരാ കോമ്പസ്, മൈ കോമ്പസ്, എന്റെ വഴി കാട്ടി. മേരാ കോമ്പസ്, മേരാ കോമ്പസ്, മൈ കോമ്പസ്, മേരാ കോമ്പസ്, മൈ കോമ്പസ്, എന്റെ വഴി കാട്ടി. ലിവിംഗ് മ്യൂസിക് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ റാന്നി. ലിവിംഗ് മ്യൂസിക് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ റാന്നി. ലിവിംഗ് മ്യൂസിക് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ റാന്നി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനൽ റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാട്ടുകൾ പാടിയത്. നിങ്ങളുടെ കഴിവുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് ഇനിയും സഹായിക്കട്ടെ. എന്നിലും ഇതൊരു കോൺടെസ്റ്റ് ആയതുകൊണ്ട് നമ്മളിതിൻ്റെ പൊസിഷൻസ് അറിയാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി വി ആർ ഗോയിങ് ടു നോ ഹൂ സെക്യൂർഡ് ദ 5th പൊസിഷൻ. അത് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ക്രിസ്റ്റി സാറിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കുഞ്ഞുങ്ങളും അപ്പോൾ തന്നെ പേരൻസും ഒരുപോലെ കാത്തിരുന്ന റിസൾട്ടാണിത്. ആദ്യം തന്നെ 5th പൊസിഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. സോ ദ 5th പ്രൈസ് ഗോസ് ടു എക്സൽ SJ 139 ജാനറ്റ് സന്തോഷ്. കൺഗ്രാറ്റുലേഷൻസ് ജാനറ്റ്. മേ ഗോഡ് ബ്ലെസ് യു മോളെ. കൺഗ്രാറ്റുലേഷൻസ് ജാനറ്റ്. അടുത്ത നമ്മുടെ 4th പൊസിഷനിലേക്ക് പോവുകയാണ്. 4th പൊസിഷൻ അനൗൺസ് ചെയ്യുന്നത് പ്രിയ സ്റ്റാൻലി സാറാണ്. സാറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ധന്യ നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. എക്സൽ സിംഗ് ഫോർ ഹിം സീസൺ 5-ലെ 4th പ്രൈസിന് അർഹനായിരിക്കുന്നത് എക്സൽ SJ 125 ഹെപ്സൺ സജു. കൺഗ്രാറ്റുലേഷൻസ് ഹെപ്സൺ. നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ കൺഗ്രാറ്റുലേഷൻസ് ഹെഫ്സൺ. അടുത്തതായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത് 3ാമത്തെ പൊസിഷൻ ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ്. അത് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ബ്ലെസ് ചേച്ചി ക്ഷണിക്കുന്നു. എക്സൽ സിംഗ് ഫോർ ഹിമ്മിൻ്റെ ഈ കോൺടെസ്റ്റിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് കുഞ്ഞുങ്ങൾ പങ്കെടുത്തു. ലാസ്റ്റ് വന്നിരിക്കുന്നത് 28 പേരാണ്. ആ 28 പേരിൽ നിന്ന് ഇപ്പം നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക.
അഞ്ചാമത്തെ ആളാരാന്നറിഞ്ഞു, നാലാമത്തെ ആളാരാന്നറിഞ്ഞു. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ആളാരാന്നാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കും അല്ലേ, ഞാനാണോ എന്ന്. പക്ഷെ നമുക്ക് ഒറ്റൊരാൾക്കല്ലേ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയട്ടെ, മൂന്നാമത്തെ സ്ഥാനം ആർക്കാണെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? എക്സൽ SJ177 കെസിയ എലിസബത്ത് ഷാജി. കൺഗ്രാറ്റുലേഷൻസ് മോളെ. കരനീറുമിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. കൺഗ്രാറ്റുലേഷൻസ് കെസിയ. അടുത്തതായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത് എക്സൽ സിംഗ് ഫോർ ഹിം സീസൺ 5-ന്റെ സെക്കൻഡ് പൊസിഷൻ ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ്. അത് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് പ്രിയ സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു. എക്സൽ സിംഗ് ഫോർ ഹിം സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ സെക്കൻഡ് പൊസിഷൻ അറിയണോ വേണ്ടേ? ശരി, എന്തായാലും അത് പറഞ്ഞേ പറ്റൂ. എക്സൽ സിംഗ് ഫോർ ഹിം സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് എക്സൽ SJ114 ജാസ്മിൻ ടോം. കൺഗ്രാറ്റുലേഷൻ. കൺഗ്രാറ്റുലേഷൻസ് ജാസ്മിൻ. അടുത്തതായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാം സ്ഥാന വിജയി അത് ആരാണെന്ന് അറിയാനായിട്ട് നമ്മൾ പോവുകയാണ്. അത് അനൗൺസ് ചെയ്യുന്നത് പ്രിയ ബിനി സാറാണ്. ബിനി സാറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. എക്സൽ സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ സീസൺ 5 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എക്സൽ SJ135 അലീന രാജേഷ് ഡാനിയൽ. കൺഗ്രാറ്റുലേഷൻസ് അലീന. ഗോഡ് ബ്ലസ് യു. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. 1 മുതൽ 5 വരെ പൊസിഷൻസ് നമ്മൾ അറിഞ്ഞു. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് 6 to 10 പൊസിഷൻസ് ആർക്കാണ് ലഭിച്ചതെന്നാണ്. ആദ്യമായി 6th പ്രൈസ് ഗോസ് ടു എക്സൽ SJ191 മനഷേ സാം ജോൺ. അടുത്തതായിട്ട് 7th പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് നമുക്ക് നോക്കാം. ചെസ് നമ്പർ എക്സൽ SJ140 ഗിഫ്റ്റി ജോബി. കൺഗ്രാറ്റുലേഷൻസ് ഗിഫ്റ്റി.
അടുത്തതായിട്ട് 8th പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ XLSJ 128 ജോന ലിലി എബി. കൺഗ്രാറ്റുലേഷൻസ് ജോന. 9th prize goes to ചെസ് നമ്പർ XLSJ 175 അമാരിയ ആൻഡ് ഷിബു. കൺഗ്രാറ്റുലേഷൻസ് അമാരിയ. അടുത്തതായിട്ട് 10th prize goes to ചെസ് നമ്പർ XLSJ 108 ജൊഹാന മറിയം ജോജോ. കൺഗ്രാറ്റുലേഷൻസ് ജൊഹാന. വിജയികൾക്കും അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൺഗ്രാറ്റുലേഷൻസ്. ദൈവം മുന്നോട്ട് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്ന് എക്സൽ മിനിസ്ട്രീസിന്റെ ഫൗണ്ടർ ഡയറക്ടറായിരിക്കുന്ന റെവറൻഡ് ബിനു ജോസഫ് വടശ്ശേരിക്കരെ മുന്നോട്ട് ക്ഷണിക്കുന്നു ഫോർ ദ ഫെലിസിറ്റേഷൻ. എക്സൽ സിംഗ് ഫോർ ഹിമിന്റെ സീസൺ 5 ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്ത് വിജയികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഈ റൗണ്ടിലേക്ക് പങ്കെടുത്ത 28 പേരുണ്ട്. നിങ്ങളെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മാതാപിതാക്കളോട് എക്സൽ കുടുംബത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഈ ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. എങ്കിലും ഈ പ്രാവശ്യം വളരെ കടുത്ത മത്സരമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത് നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഗ്രാൻഡ് ഫിനാലയിലെത്തിയ ഒത്തിരി കുഞ്ഞുങ്ങൾ ആൽബങ്ങൾ ചെയ്യാനും പാട്ടുകൾ പാടാനും ഒക്കെ മിടുക്കരായിട്ട് അവർ മുൻപോട്ട് വരുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും നിശ്ചയമായും ഈ ഒരു ഗ്രാൻഡ് ഫിനാലിലെത്തിയ നിങ്ങളെല്ലാവരും തന്നെ മികച്ചവരാണ്. വിവിധ മേഖലയിൽ കഴിവുള്ളവരാണ്. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കട്ടെ. ജയിച്ചോ തോറ്റോ അങ്ങനൊരു ചോദ്യമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ദാറ്റ്സ് എ പ്രിവിലേജ്. അതുകൊണ്ട് തന്നെ ബി ഹാപ്പി. വീണ്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, പാടിക്കൊണ്ടേയിരിക്കണം. ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾ എക്സൽ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എക്സൽ ഫാമിലിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 18 വർഷമായി കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എക്സൽ VBS എന്ന് പറയുന്ന പ്രവർത്തനം, അതിന് ഏകദേശം 15-ലധികം ഭാഷയിൽ VBS സിലബസുകൾ ഉണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ എക്സലിൻ്റെ ചാപ്റ്ററുകളുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എക്സലിൻ്റെ ചാപ്റ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സലിൻ്റെ ഒരു ചാപ്റ്റർ ആരംഭിക്കാൻ അവസരമുണ്ട്. എക്സലിൻ്റെ പ്രവർത്തനങ്ങളിൽ, എക്സൽ VBSന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാൻ അവസരമുണ്ട്. ഒപ്പം തന്നെ എക്സൽ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായി 100 കണക്കിന് കുഞ്ഞുങ്ങളെ പഠന സഹായം നൽകി പഠിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ നമ്മൾക്കൊരുമിച്ച് ആ ഒരു പ്രവർത്തനത്തിലും പങ്കാളികളാകാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും അഭിനന്ദിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിന് സമ്മാനം സ്പോൺസർ ചെയ്തവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇതിൻ്റെ ആദ്യ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് റവറൻ തമ്പി മാത്യു അവറുകളാണ്. എക്സൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാൻ കൂടിയാണ്. 2ാമത്തെ സ്ഥാനം എക്സൽ മീഡിയ TV സ്പോൺസർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ 3ാം സ്ഥാനം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എബ്രഹാം ശാമുവേൽ, അദ്ദേഹമാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. 4ാമത്തെ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തോമസ് കോശി, സാറിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. 5ാമത്തെ സ്ഥാനം പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റാഫ റേഡിയോ ആൻഡ് ക്രൈസ്തവ എഴുത്തുപുരയാണ്. അവർ നമ്മുടെ മീഡിയ പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരോട് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. 6 മുതലുള്ള വിജയികൾക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മൊമെന്റോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിവിംഗ് മ്യൂസിക്സ് നേതൃത്വം കൊടുക്കുന്ന സ്റ്റാൻലി എബ്രഹാം റാന്നിയാണ്. ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജഡ്ജസ് ടീമിനോട് പ്രത്യേക നന്ദി പറയുന്നു. എക്സൽ മീഡിയയുടെ ടീം മെമ്പേഴ്സ് അവരാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നൽകി ചെയ്തത്. അവരുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. എക്സൽ മീഡിയയുടെ സിംഗ് ഫോർ ഹിം പ്രോഗ്രാമിൽ ആദ്യോടന്തം പങ്കെടുത്ത കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിവിധ തലത്തിൽ കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ ദൈവം കഴിവ് കൊടുത്തല്ലോ. അവരുടെ താലന്തുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഈ കുഞ്ഞുങ്ങളുടെ ചർച്ചകൾ, അവരുടെ പഠനം, ഭാവി എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ മാന്യരും യോഗ്യരും കർത്താവിൻ്റെ വേലയിൽ കൊള്ളാവുന്നവരുമായി നിൽപ്പാൻ ദൈവം അവരെല്ലാം സഹായിക്കണമേ. ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സിംഗ് ഫോർ ഹിം ഈ കോൺടസ്റ്റിൽ പങ്കെടുത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. അവർക്ക് കൊടുത്ത നല്ല താല്പര്യത്തിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെല്ലാം മാന്യരും അനുഗ്രഹീതരുമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണം. അവരുടെ പഠനം, ഭാവി എല്ലാം ധന്യമാക്കണമേ. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ സഭകൾ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ എല്ലാ അനുഗ്രഹത്താലും നന്മയാലും നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വീണ്ടും സമർപ്പിക്കുന്ന അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തോടെ നിൽപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. വോട്ട് ഓഫ് താങ്ക്സ്.
ബിദിൻ ബിജു. എക്സൽ സിംഗ് ഫോർ ഹിമിൻ്റെ ഫൈനൽ ഡേ മത്സരം ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുവാനായിട്ടിടയായി. ഈ മീറ്റിങ്ങിനെ ഏറ്റവും അനുഗ്രഹിച്ച കർത്താവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. വിശേഷിച്ച് ഇന്ന് ജഡ്ജ് ചെയ്യുവാനായിട്ട് കടന്നു വന്ന വത്സല ദൈവദാസന്മാരോടും ദൈവദാസിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. 1 മുതൽ 10 വരെയുള്ള പ്രൈസുകൾ സ്പോൺസേഴ്സ് ചെയ്ത വ്യക്തികളുണ്ട്. അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വേലയോട് നിങ്ങൾ കാണിക്കുന്നതായ എല്ലാ സ്നേഹത്തിനും ദൈവം ധാരാളമായിട്ട് പ്രതിഫലം നൽകുമാറാകട്ടെ. വിശേഷിച്ച് എക്സൽ സിംഗ് ഫോർ ഹിമിലെ ആദ്യത്തെ സമയം മുതൽ സീസൺ 5 ആദ്യത്തെ സമയം മുതൽ ഈ ലാസ്റ്റ് റൗണ്ട് വരെ നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർ മാത്രമേ പൊസിഷനുകളിലേക്ക് വന്നുള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കഴിവുകളെ വീണ്ടും നന്നായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുക. ദൈവനാമത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ അതിന് തക്കവണ്ണം തയ്യാറെടുപ്പിക്കുകയും അതിന് തക്കവണ്ണം കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മാതാപിതാക്കളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എക്സൽ സിംഗ് ഫോർ ഹിം സീസൺ 5 ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷിച്ച് ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ചെയ്ത എക്സൽ മീഡിയ ടീമിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.